നമസ്കാരം. പരസ്പരം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബ് ചെയർമാൻ ശ്രീ ജിൻസ്മോൻ പി സക്കറിയ ഇന്ത്യയിലെ പത്രപ്രവർത്തകരെയും അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരെയും കൂട്ടിയോജിപ്പിക്കുന്നതിനും അവരുടെ ആശയ സംവാദങ്ങൾക്ക് കളമൊരുക്കുന്നതിനും വേണ്ടി പ്രയത്നിക്കുന്ന ജീവിതം അർപ്പിച്ച പ്രമുഖനായ മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം. തൊടുപുഴക്കാരനാണ്. അമേരിക്കയിൽ പോയത് പ്രവാസി ജീവിതം കേരളത്തിന് മുതൽക്കൂട്ടാകാൻ വേണ്ടി തന്നെ. ആശയദാർഢ്യത്തിന്റെയും ഉത്തമ ലക്ഷ്യത്തിന്റെയും മൂർത്തിമദ്ഭാവമായ ജിൻസ്മോൻ പി സക്കറിയയാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം. താങ്ക് യു. അമേരിക്കൻ മലയാളി പത്രപ്രവർത്തകർ. ഒരു മുഴുവൻ സമയ പത്രപ്രവർത്തനം അവിടെ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മാധ്യമലോകത്ത് നിങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നത്? അത് പൂർണ്ണമായും ശരിയല്ല. മുഴുവൻ സമയ പത്രപ്രവർത്തനവും അവിടെ സാധ്യമാണ്. ഞാൻ 10 വർഷമായി അമേരിക്കയിൽ ചെന്നിട്ട് മുഴുവൻ സമയവും പത്രപ്രവർത്തനമായിരുന്നു. 4 പ്രിന്റ് പബ്ലിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവിടെ സാധ്യമായ അവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. 6 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ മലയാളി സമൂഹം അമേരിക്കയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ 2.5 ലക്ഷത്തോളം വരുന്ന മലയാളികൾ കാനഡയിലുമുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നിരവധി മാധ്യമങ്ങൾ അവിടെ ആവശ്യമാണ്. അതിന് ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ എല്ലാം അടുത്തേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കാരണം. പക്ഷേ അമേരിക്കൻ മലയാളികൾ പൊതുവെ മലയാളത്തോട് വിമുഖത കാട്ടുന്നവരാണ്. കുട്ടികൾ മലയാളം സംസാരിക്കാൻ പോലുമില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മലയാള പത്രങ്ങൾക്കും മലയാള പത്രപ്രവർത്തനങ്ങൾക്കും ജേർണലുകൾക്കും അവിടെ എന്താണ് പ്രസക്തി? അത് ഒരു പരിധി വരെ ഈ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടാണ് ഭാഷ, അതായത് അവരുടെ മാതൃഭാഷ അവരുടെ കുടുംബത്തിൽ യൂസ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ സംസ്കാരവും നമ്മുടെ തനിമയും ഒക്കെ നിലനിന്ന് പോകണമെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ആവശ്യമാണ്. അത് മറ്റുള്ളവരിലേക്ക്, വരുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് അതിന് കാലാകാലങ്ങളായി മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടുകൂടിയാണ് ഈ കുട്ടികൾ ഈ മാതൃഭാഷയെ ഒരു പരിധിവരെ ഉപയോഗിക്കാതെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ മലയാളികൾ മാതൃഭാഷയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? പൂർണ്ണമായും ശരിയല്ല. അവിടുത്തെ ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികൾ ഇപ്പോൾ ഏത് ഭാഷയിൽ, ഏത് കാലഘട്ടത്തിൽ, എവിടെ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതശൈലി മറ്റുള്ള സമൂഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഒരു പ്രവാസ ലോകത്ത് എത്തപ്പെട്ടു കഴിഞ്ഞാൽ ആ സമൂഹമായിട്ട് വളരെ പെട്ടെന്ന് എഴുകിച്ചേരുന്ന ഒരു സ്വഭാവമുള്ള ഒരു സമൂഹമായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മലയാളം അല്ലെങ്കിൽ അവിടുത്തെ ഇതിലേക്ക് മെർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ഈ ഭാഷ പുറകോട്ട് പോകാനുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമേരിക്കൻ മാധ്യമ സംസ്കാരം പ്രത്യേകത നിറഞ്ഞതാണ്. പലപ്പോഴും പല വിമർശനങ്ങളും ഉയരുമ്പോൾ കേട്ടിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ എന്ന വലിയ ഒരു ദുരന്തം നടന്നു. ഒരു ഡെഡ് ബോഡിയുടെയോ അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെയോ, അവിടെ സംഭവിച്ച ഒരു അപകടത്തിൽപ്പെട്ടതോ മരിച്ചതോ ആയ ഒരാളുടെ മുഖം പോലും, ഒരാളുടെ ശരീരം പോലും, ഒരു രക്തക്കറ പോലും അമേരിക്കൻ മാധ്യമങ്ങൾ ആഘോഷിച്ചില്ല. ഇവിടെയാണെങ്കിൽ ഒരു റോഡ് അപകടം ഉണ്ടായാൽ മാധ്യമങ്ങൾ രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന ശരീരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ പത്രങ്ങളും പ്രിന്റ് മീഡിയ ഉൾപ്പെടെ വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചിത്രങ്ങൾ കൊടുക്കുകയും ചെയ്യും, വിഷ്വൽസ് കൊടുക്കുകയും ചെയ്യും. എന്താണ് ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം? ഈ മാധ്യമ സംസ്കാരം, അമേരിക്കയിൽ മാധ്യമ സ്വാതന്ത്ര്യം വളരെയധികമുള്ള ഒരു രാജ്യമാണെങ്കിൽ കൂടി തന്നെയും വളരെ റെസ്ട്രിക്ഷൻസും ഉണ്ട്. നമുക്ക് ഒരു വിഷ്വൽ എങ്ങനെ കാണിക്കണം, ഒരു പബ്ലിക്കിന്റെ ഫേസ് നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ നിയന്ത്രണങ്ങളുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതുതന്നെയാണ് ഈ പറഞ്ഞ പിക്ചറും ഇങ്ങനെ ഉണ്ടാകുന്ന സീനുകളും ഒന്നും പബ്ലിക്കിന് മുമ്പിലേക്ക് വരാതിരിക്കുന്നത്. അത് ആ നിയന്ത്രണങ്ങൾ കൊണ്ട് തന്നെയാണ്. സ്വയം നിയന്ത്രണമാണോ നിയമപരമായ നിയന്ത്രണം തന്നെയാണത്. അമേരിക്കയിൽ നിന്ന് മിസ്റ്റർ ജിൻസ്മോൻ ഉൾപ്പെടെ നോക്കുമ്പോൾ കേരളത്തിലെയും മാധ്യമങ്ങൾ ഇങ്ങനെ കയറൂരിവിട്ടേക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് ഒരു പരിധി വരെ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അത് സ്വന്തമായിട്ടാണേലും നമ്മളൊരു സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന ഒരു നിയന്ത്രണമാണേലും ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞങ്ങളൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോഴും ഇവിടെ വന്ന് നോക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് ചില ഒരു നിയന്ത്രണം പതുക്കെ വളരെ ശക്തമായി കൊണ്ടുവരുന്നുണ്ടെന്നാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ അവസ്ഥയിൽ. എങ്കിലും അമേരിക്കൻ മലയാളികളല്ല, അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമുകിയെക്കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിനുശേഷം ഇറങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അദ്ദേഹം പുറത്തു വന്ന് ഇത് സ്വീകരിച്ചതിനെക്കുറിച്ചും ഒക്കെ വളരെ ആഘോഷിച്ചു. ഇത്രയൊക്കെ ആണെങ്കിലും അത് ഒരു പാപ്പരാസി സമൂഹം അവിടെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസുകൾ അവിടുത്തെ മാധ്യമങ്ങൾ വളരെ നന്നായി ആഘോഷിക്കാറുണ്ട്. അത് ലോകത്തെവിടെയാണേലും ഈ മാധ്യമ പ്രവർത്തനത്തിൽ അതൊരു ഭാഗവാക്കാണ്. കാരണം വ്യൂവേഴ്സിന്റെ
അത് കാണുന്നവരുടെ താല്പര്യം തന്നെയാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ലോകത്ത് എവിടെയാണെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും കടന്നു ചെല്ലാനും തലയിട്ട് നോക്കാനും അവിടെ മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. ഇവിടെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ബിജു രാധാകൃഷ്ണൻ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ബിജു രാധാകൃഷ്ണന്റെ പുറകെ അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്നും തെളിവെടുക്കാൻ കായസഞ്ജീവ് അന്വേഷിച്ചു പോയപ്പോൾ മാധ്യമ പടം തന്നെ പുറകെ പോയി. ആ ഒരു കാര്യത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ തന്നെ ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട കാര്യമാണ്. അമേരിക്കയിലാണ് ഇങ്ങനെ നടക്കും? ഒരിക്കലും നടക്കുകയില്ല. കാരണം ഒരു ഗോഡ്സ് ഓൺ കൺട്രിയിൽ അതായത് മുഖ്യമന്ത്രിയുടെ ഒരു അപഖ്യാതി പറഞ്ഞപ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് ഈ മാധ്യമങ്ങൾ ഒരു വിധത്തിലുള്ള വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു കാര്യത്തിൽ അന്വേഷിച്ചു പോകുക എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു മൂല്യച്യുതി തന്നെയാണ്. അതിനെ നമുക്ക് ആ രീതിയിലേ കാണാൻ പറ്റൂ. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമുകിയെക്കുറിച്ച് അന്വേഷിച്ചത് അത് ആദ്യം സത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലോ അവിടുത്തെ മാധ്യമങ്ങൾ. അല്ലല്ല, പക്ഷെ അത് വെളിപ്പെടുത്തൽ നടത്തിയിട്ട് തന്നെയാണ്. പക്ഷെ ആ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ ഒരു റിലയബിൾ ആയിട്ടുള്ള ആ ഒരു റിസോഴ്സസിൽ നിന്ന് വന്ന ഇൻഫർമേഷനും അവർ തന്നെ ഡിസ്ക്ലോസ് ചെയ്തതുകൊണ്ടാണ് ആ സംഭവം അത്ര പബ്ലിക്കായിട്ട് വന്നത്. ഇവിടെ ബിജു രാധാകൃഷ്ണൻ കൊലപാതകയായതാണ് പ്രശ്നം. അത് സംശയമല്ല. കാരണം ഈ സോഴ്സ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ടുണ്ട്. കാരണം അത് വിശ്വാസത്തിലെടുക്കേണ്ട ഒരു സമൂഹത്തിൽ എടുക്കുമ്പോൾ അത് മാധ്യമപ്രവർത്തകരുടെ ഒരു ചോയ്സ് തന്നെയാണ്. നമ്മളത് ചൂസ് ചെയ്തതിൽ ഇവിടെ ഈ സമൂഹത്തിന്റെ ഒരു പരിമിതി വളരെ മാധ്യമങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമേരിക്കൻ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അവിടുത്തെ മലയാളികൾ അല്ലെ പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ശരിയല്ലേ? അത് ശരിയാണ്. കാരണം ഏതു പ്രവാസ സമൂഹത്തിലും അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തോട് അവർക്ക് വളരെ അമിതമായ താല്പര്യമുണ്ട്. കാരണം അമേരിക്കയിലെ മലയാളി സമൂഹത്തെ കാലാകാലങ്ങളായിട്ട് ഒരു പ്രവാസ സമൂഹമായിട്ട് ഇവിടെ കാണാറില്ല. കാരണം അവരവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവര് സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ കൂടിയും അവർ കേരളത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 8 ലക്ഷം വരുന്ന മലയാളി സമൂഹത്തെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു 10, 45, 50 ലക്ഷം ആൾക്കാരെ സ്വാധീനിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. പക്ഷെ ആ ഒരു പരിഗണന ഇവിടെയുള്ള ഒരു മേഖലയിലും അമേരിക്കൻ മലയാളികൾക്ക് കിട്ടിയിട്ടില്ല. അമേരിക്കൻ മലയാളിയുടേതായ കുറെ പ്രശ്നങ്ങളുണ്ട്. അത് പ്രവാസി ഇപ്പം നമുക്ക് വോട്ടവകാശമില്ലാത്തത് കൊണ്ടാണോ ഗൾഫ് മലയാളികൾക്ക് കിട്ടുന്ന ഒരു പ്രാമുഖ്യം പോലും അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. എങ്കിലും ഈ ഒരു സമൂഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു സമൂഹത്തിന്റെ സഹകരണം കൂടി നമുക്ക് ആവശ്യമാണ്. ഗൾഫ് മലയാളിക്കും വോട്ടവകാശമില്ല. എന്നാൽ ഗൾഫ് മലയാളി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയോടും ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തോടും ഗൾഫ് മലയാളി വളരെ അടുത്തു നിൽക്കുന്നു. എന്നാൽ അമേരിക്കൻ മലയാളി കുടിയേറിക്കഴിഞ്ഞാൽ വെറും അമേരിക്കക്കാരനായി മാറുകയും വേരുകൾ പോലും പറിച്ച് അവർ പ്രവാസ ലോകത്തേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇതല്ലേ? അത് ഒരു പരിധി വരെ അങ്ങനെ പറയാമെങ്കിലും പക്ഷേ അതിന്റെ ഒരു വ്യക്തമായ കണക്കുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം അമേരിക്കൻ മലയാളികൾ കേരളത്തിൽ വളരെ കാര്യമായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സംഭാവന ഈ സമൂഹത്തിലുണ്ട്. അവരുടെ വലിയ തോതിലുള്ള സ്വത്തും സൗകര്യങ്ങളും ഈ നാട്ടിലുണ്ട്. അവർക്ക് ഈ നാട്ടിലെ സംസ്കാരത്തോട് വളരെയേറെ താല്പര്യമുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളോട് താല്പര്യമുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ എന്ന വലിയ ദുരന്തം വന്നതിന് ശേഷം ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവിടുത്തെ ഇന്ത്യക്കാരെ ഗ്രസിച്ചിട്ടുണ്ടോ? അത് ഇന്ത്യക്കാരെ മാത്രമല്ല. കാരണം വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞ ഒരു സംഭവം മൊത്തം അമേരിക്കൻ സമൂഹത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി അല്ലെ ആ വലിയ ശക്തിക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്. ഒരു സെക്യൂരിറ്റി വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നിന്നിരുന്ന ഒരു സമൂഹം പെട്ടെന്ന് ഇന്ന് ഇതിനെ വളരെ സംശയത്തോടെ ഇന്നിപ്പോ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് വളരെ കമ്മ്യൂണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ കടന്നു വരുന്നതിന് പ്രധാന കാരണം അന്നത്തെ തന്നെയാണ്. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വളരെ സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു രാജ്യത്ത് ശശികല ടീച്ചറിനെ പോലുള്ള ആൾക്കാർ വന്ന് പ്രസംഗിച്ച് അവിടെ വലിയൊരു ചേരിതിരിവ് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാൻ പറ്റും. അത് വളരെ അപകടകരമായ സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ് തിരിച്ച് എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ഒരു അപകടമുണ്ടായാൽ ഞങ്ങൾക്ക് തിരിച്ചു ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലം ഇടം അത് ഇന്ത്യയാണ് കേരളമാണ് എന്നൊരു ഫീലിംഗ് അവിടുത്തെ ഇന്ത്യക്കാർക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടുത്തെ ആ ഒരു അതിപ്പം ലോകത്ത് എവിടെയാണെങ്കിലും ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം ലോകം മുഴുവൻ ഇപ്പം ഒരു അരാജകത്വത്തിന്റെ പിടിയിലാണ്. ആ ഒരു വിഷയം എല്ലായിടത്തും തന്നെയുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കളയാം, അത് നമുക്ക് ഇന്ത്യയിലേക്ക് ആകാമെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ കൂടുതൽ നമുക്കെല്ലാം മാനസികമായ ഒരു സംരക്ഷണം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതിനൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ചെറിയ ഗൾഫ് മലയാളിയെ അപേക്ഷിച്ച് അമേരിക്കൻ ഇന്ത്യക്കാരൻ സ്വാർത്ഥത കൂടുതലുള്ളവരാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമേരിക്കൻ മലയാളികൾ കുറച്ചുകൂടി നിസ്വാർത്ഥമായി ഫ്രീ ആയി സമൂഹത്തിലൂടെ ഇടപെടുന്ന സത്യസന്ധമായി ഇടപെടുന്ന ആൾക്കാരാണ് പ്രവാസികളെല്ലാവരും തന്നെ. ഗൾഫിലുള്ളവരും യൂറോപ്പിലുള്ളവരും നമ്മൾ 3 സെഗ്മെന്റ് ആയിട്ട് കാണുവാണെങ്കിൽ നോർത്ത് അമേരിക്കയിലുള്ള മലയാളികളും എല്ലാവരും അവര് അധ്വാനിച്ച് അവര് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ സമൂഹത്തിൽ തന്നെ ഒരു ചേരുതിരിവുണ്ടാക്കുന്ന ഒരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതം മൊത്തം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി
ജോലി ചെയ്ത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പ്രവാസി മലയാളികൾ, പ്രവാസി സമൂഹം സഹായിക്കുന്നത് ചെറുതല്ല. വിദേശ നാണ്യം നേടിത്തരുന്നതിൽ നിങ്ങളുടെയൊക്കെ പങ്ക് വളരെ 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 വലുതാണ്. എന്നിട്ടും കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യയിലെ സമൂഹങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ വേണ്ടത്ര തരത്തിൽ പരിഗണിക്കുന്നില്ല, എന്തുകൊണ്ട് അവഗണിക്കുന്നു? ഞങ്ങളത് പല മേഖലകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വോട്ടവകാശം ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരികയില്ല എന്നുള്ള സംശയത്തിന്റെ പുറത്താണ്. പക്ഷേ ആ വലിയ സമൂഹത്തിന് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും പല സഹകരണങ്ങളും ആവശ്യമുണ്ട്. അത് കാരണം എല്ലാ ലോക സമൂഹങ്ങളും കുടിയേറ്റ സമൂഹങ്ങളും അവരുടെ കൾച്ചറും അവരുടെ സംസ്കാരവും ഒക്കെ കീപ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് മലയാളിക്ക് ആയിക്കൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഗവൺമെന്റുകൾ ഏറ്റെടുക്കുന്നതാണ്. ആ ഏറ്റെടുക്കാനായിട്ട് ഈ സമൂഹത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് മാധ്യമങ്ങളുമാണ്. അപ്പൊ മാധ്യമങ്ങളുടെ വളർച്ചയും ഈ കുടിയേറ്റ സമൂഹത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് തീർച്ചയായും ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഒരു സഹകരണം ഈ മാധ്യമങ്ങൾക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമേരിക്കൻ ജനാധിപത്യം വളരെ ലിബറലാണ്. സ്വാതന്ത്ര്യം ഏറെയുണ്ട്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും, ജുഡീഷ്യറിക്കും, പൊതുസമൂഹത്തിനും, സിവിൽ സൊസൈറ്റിക്ക് വളരെയേറെ സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മുസ്ലിം സമൂഹത്തെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറയത്തക്ക തരത്തിലുള്ള ഒരു ആന്റി മുസ്ലിം ട്രെൻഡ് അവിടെ ഉണ്ട്. അത് തീർച്ചയായും ഉണ്ട്. അതിന് കാരണം നമ്മൾ കുറച്ച് പറഞ്ഞതുപോലെ സെപ്റ്റംബർ 9/11 എന്ന ഒരു ഇൻസിഡന്റിന് ശേഷം അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ട്രംപ് അതിന് ഇങ്ങനെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സമൂഹത്തെ അത് ക്രോഡീകരിക്കുവാനായിട്ട് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഒരു വിഷയം. കാരണം 9/11 ശേഷം ഇത് മൊത്തത്തിൽ ആ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് മുതലെടുക്കുവാൻ രാഷ്ട്രീയക്കാർ സ്വാഭാവികമായിട്ട് ശ്രമിക്കും. ലോകത്തെവിടെയാണെങ്കിലും അത് ശ്രമിക്കും. അവിടെ മലയാളി സമൂഹത്തിനിടയിലുള്ള ഒരു കമ്മ്യൂണൽ ചേരിതിരിവ്, നേരത്തെ ശശികല ടീച്ചർ അവിടെ ചെന്ന് പ്രസംഗിച്ച കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ച രാജ്യവുമാണ് അമേരിക്ക. അപ്പോൾ ഇവിടെ നിന്നുള്ള കമ്മ്യൂണൽ അല്ലെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണൽ എക്സ്പോർട്ട് എത്രമാത്രം ഫലപ്രദമാണ്, വിജയകരമാണ്, പരാജയകരമാണ്? അത് ഒരു പരിധി വരെയും വിജയകരമാണ്. അതായത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഒരു എഫക്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ചെന്ന ഒരു 10 വർഷത്തെ ഒരു ജീവിതത്തിൽ തന്നെ ഈ 10 വർഷത്തെ ജീവിതത്തിൽ തന്നെ ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ പാശ്ചാത്യ ശക്തികൾ ഇപ്പം നരേന്ദ്രമോദിയുടെ അവിടുത്തെ അമേരിക്കയിലെ ആദ്യത്തെ സന്ദർശനം മാഡിസൺ സ്ക്വയറിലൊക്കെ വളരെ ആഘോഷമായി കൊണ്ടാടിയ ഒരു സമൂഹമാണ്. കാരണം അതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്നും പട്ടേൽമാരും ബിസിനസ് സമൂഹത്തിന്റെ ഒരു വലിയ സംഭാവനയും വലിയ മാർക്കറ്റിംഗും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊരു വിജയമായിരുന്നു. അതിനുശേഷമുണ്ടായ ആ ഒരു ടെമ്പോ ഈ ഇവരുടെ പ്രവർത്തനങ്ങൾ, ശശികല ടീച്ചറെ പോലുള്ള ആൾക്കാർ വന്ന്, കാരണം അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വന്ന് നമുക്ക് പ്രസംഗിക്കാം. പക്ഷേ നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഇതൊക്കെ ലിങ്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം കമ്മ്യൂണലായിട്ട് അത് നമ്മുടെ ഈ സമൂഹവും അതിന് ഭാഗവാക്കായി തീരുന്നുണ്ട്. ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബ് തിരുവനന്തപുരം, നിങ്ങളുടെ കഴിഞ്ഞ അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും അവിടെ പങ്കെടുക്കുകയുണ്ടായി. വളരെ മികച്ച സംഘാടക മികവോടുകൂടി അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രത്യേകിച്ച് ഇന്ത്യൻ മലയാള പത്രപ്രവർത്തകരെ ആകെ ക്രോഡീകരിച്ച് ഒരു വൻ വിജയകരമായ അന്താരാഷ്ട്ര സമ്മേളനം നടത്താൻ ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന് കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ആക്ടിവിറ്റീസ്? ഇന്തോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ് രൂപീകൃതമായിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞു. കാരണം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരെ ഒന്നിച്ചു ചേർക്കുക, അമേരിക്കയിലെയും നോർത്ത് അമേരിക്കയിലെ കാനഡയിലും അമേരിക്കയിലുള്ള മാധ്യമ പ്രവർത്തകരെ വളരെ ചുരുങ്ങിയ ഒരു വലിയ സമൂഹമാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. അതും അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നുമല്ല. കുറച്ച് ആദ്യം തന്നെ ചോദിച്ചതുപോലെ അവര് ഫുൾ ടൈം ഇതിന്റെ അകത്ത് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, ഫുൾ ടൈം ജോലി ചെയ്യുന്നവർ. ബാക്കിയുള്ള ഇവരെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടി ഇവരുടെ ഒരു പ്രവർത്തനം ആ സമൂഹത്തിന് വളരെ അത്യാവശ്യമാണെന്ന് തോന്നലാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയത്. അതുപോലെ അവിടെ വളരെ പ്രമുഖമായ ഒരു ഇന്ത്യൻ ഇതിലുള്ള ഒരു സംഘടനയുണ്ട്, സൗത്ത് ഏഷ്യൻ ജേർണലിസ്റ്റ് സാജ എന്ന് പറയുന്നത് വളരെ വളരെ പ്രമുഖമായ ഒരു സംഘടനയാണ്. അതിനുശേഷം ഇപ്പം നമ്മൾ വന്ന് മലയാളികൾ മാത്രമല്ല മറ്റുള്ള ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരും കൂടെ ഒത്തുചേർത്തുകൊണ്ട് ഇത് അവരുടെ എല്ലാം ഉന്നമനത്തിനും അവരെ കൂടുതൽ മാധ്യമ മേഖലയിലേക്ക് കൊണ്ടുവരികയും അവരുടെ പ്രവർത്തനം ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റുവാൻ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് IAPCക്കുള്ളത്. എന്തൊക്കെ ആക്ടിവിറ്റീസ്? ഉദാഹരണം, അവിടെ കൂടുതലും പാർട്ട് ടൈം പത്രപ്രവർത്തകരാണെന്ന് പറഞ്ഞു. അതൊക്കെ പത്രപ്രവർത്തകർ പാഷൻ കൊണ്ടാണ്, അല്ലാതെ അതിനുള്ള സാമ്പത്തിക നേട്ടം കൊണ്ടായിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ പ്രൊഫഷണലി എക്വിപ്ഡ് ആക്കാൻ
അവരെ എംപവേർഡ് ആക്കാൻ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അമേരിക്കൻ പ്രസ് ക്ലബ്ബ് നടത്തുന്നത്? പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാരണം വിവിധ മേഖലകൾ, ഇപ്പൊ ഇലക്ട്രോണിക്, വിഷ്വൽ, പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതാത് മേഖലകൾ, ഇപ്പൊ ഫോട്ടോഗ്രാഫി, ഇപ്പൊ ജേർണലിസം, ഫോട്ടോ ജേർണലിസം ഒരു വലിയ ഘടകമാണ്. അപ്പൊ അവർക്കൊക്കെ പ്രൊഫഷണലായി തന്നെ ട്രെയിനിങ് നൽകുക. ഇപ്പൊ ഇവിടെയുള്ള ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബിൽ, കോട്ടയം പ്രസ് ക്ലബ്ബിൽ, ഇവിടുത്തെ പ്രമുഖമായ പ്രസ് ക്ലബ്ബിൽ, ഇവിടുത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഈ ഒരു ഇവിടുത്തെ ഒരു അമേച്ചറായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് വളരെ ഗുണകരമായി മാറുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടരെയും നമ്മൾ അങ്ങോട്ട് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം, കാരണം അവർ ഇവിടുത്തെ വന്നിട്ട്, കാരണം നമ്മുടെ സമൂഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ, ഇവിടുത്തെ ഈ കേരളത്തിലെ ജന്മനാടിനെ കുറിച്ചുള്ള വ്യാകുലതകളും ഒക്കെ ഈ സമൂഹത്തെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ പൾസും അവിടെയുള്ള മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ ഉള്ള കുറെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഞങ്ങളുടെ കോൺഫറൻസിന്റെ പ്രധാന അജണ്ട അത് തന്നെയായിരുന്നു. അപ്പോൾ അത് അനുസരിച്ചാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു വലിയ ഗസ്റ്റുകളെ അവിടെ കൊണ്ടുവന്നതും. പുതിയ പരിപാടി, പുതിയ പദ്ധതി ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അടുത്ത വർഷവും ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ഒരു ഇന്റർനാഷണൽ മീഡിയ കോൺഫറൻസ് കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിലുള്ള മാധ്യമപ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അപ്പം വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, അല്ലെ യൂറോപ്പില്, ഓസ്ട്രേലിയയില്, ഇംഗ്ലണ്ടില് ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം ഞങ്ങളുടെ ഈ ഒരു കോൺഫെഡറേഷൻ പോലെയുള്ള ഈ സംഘടനയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇലക്ട്രോണിക് മീഡിയയുടെ വരവോടുകൂടി, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം പോപ്പുലർ ആയതോടുകൂടി പ്രിന്റ് മീഡിയയുടെ ഭാവി അടഞ്ഞതാണ്, ഇരുളടഞ്ഞതാണ് എന്നൊരു ചിന്ത കേരളത്തിലും നടന്നിട്ടുണ്ട്, ഇന്ത്യയിലും നടന്നിട്ടുണ്ട്. അമേരിക്കയിൽ ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പൂട്ടി. അതിനുശേഷം എന്റെ ചോദ്യം, ആ പശ്ചാത്തലത്തിൽ, ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പൂട്ടിയ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ മലയാള പ്രിന്റ് മീഡിയയുടെ ഭാവി ഇരുളടഞ്ഞോ, ഇലക്ട്രോണിക് മീഡിയ ആ സ്ഥാനം കരസ്ഥമാക്കി? ഇന്ന് പൂർണ്ണമായും പറയാൻ പറ്റുകയില്ല. കാരണം ഒരു 10-20 വർഷം കൂടെ ഈ പ്രിന്റ് മീഡിയയ്ക്ക് ഇനിയും അത് ചിലപ്പോൾ അത് പക്ഷേ അതിന് മുന്നോട്ടും പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഇലക്ട്രോണിക് മീഡിയ വന്നു, ഇപ്പോൾ ഓൺലൈൻ പത്രങ്ങളും വാർത്തകളും ഒക്കെ വളരെ സുലഭമായിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടിയും പ്രിന്റ് എഡിഷന് ചില പ്രത്യേകതകളുണ്ട്. കാരണം നമുക്കത് സൂക്ഷിച്ചു വെക്കുന്നതിലും മലയാളിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് പത്രങ്ങൾക്ക് ഇനിയും പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയ്ക്കും അവിടെ നമുക്ക് അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട്. അതൊരു പക്ഷേ മുന്നോട്ട് പോകാം, പക്ഷേ ഇത് കുറച്ച് പുറകോട്ട് വന്നാലും ഇപ്പോഴും രണ്ടിനും പ്രസക്തിയുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പ്രവാസ ലോകത്തുള്ള പത്രപ്രവർത്തനത്തിൽ പ്രിന്റ് മീഡിയ ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഒരു പത്രമോ ഒരു ചാനലോ തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്ട്രാറ്റജി, അവിടെ ഒരു റോൾ മോഡലില്ല. അപ്പോൾ ഇപ്പോൾ ഒരു കണ്ടന്റ് പ്ലാനിങ്ങോ ഒരു മാർക്കറ്റിംഗ് പ്ലാനോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല അവിടെ. കാരണം നമ്മൾ ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് അത് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിജയത്തിന്റെ ഒരു ഘടകം. അതാണ് ഈ പത്രങ്ങളെയും ചാനലുകളെയൊക്കെ അവിടെ നമ്മുടെ ഈ പ്രവാസ സമൂഹത്തിൽ നിന്ന് പുറകോട്ടടിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളി എവിടെ ചെന്നാലും സംഘടന ഉണ്ടാവും. ഉടൻ തന്നെ വൈകാതെ ആ സംഘടന പുലരുകയും അനേകം സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്യും. അമേരിക്കൻ മലയാളികളുടെ സ്ഥിതി എന്താണ്? അമേരിക്കൻ മലയാളികളുടെ സ്ഥിതിയും വലിയ വ്യത്യാസമൊന്നുമല്ല. കാരണം അതൊരു തെറ്റല്ല. കാരണം മലയാളി സമൂഹം നേതൃശേഷിയിൽ വളരെ മുന്നിലാണ്. അതുകൊണ്ട് അത് ആരും അനുയായിയാകാൻ തയ്യാറല്ല. എല്ലാവരും നേതാക്കളാണ്, എല്ലാവരും ലീഡേഴ്സാണ്. പക്ഷേ അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വിരുദ്ധ ആശയങ്ങൾ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാനായിട്ട് വിരുദ്ധ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് വളരെ നന്നാണ്. പക്ഷേ നമ്മൾ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഈ സംഘടനകളെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സംഘടനകളെല്ലാം കൂടുന്നത് വിവിധ നേതൃത്വങ്ങൾ വരുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രയോജനം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പത്രലോകത്ത്, മാധ്യമ ലോകത്ത് എങ്ങനെയുണ്ട്? അമേരിക്കൻ പ്രസ് ക്ലബ്ബ്, ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്ബ്, മറ്റു സംഘടനകളുടെ സ്ഥിതി എന്താണ്? മറ്റ് സംഘടനകളും ഇതുപോലെയൊക്കെ തന്നെ ആണ്. നേതൃത്വങ്ങൾ വളരെ ഉണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ അമേരിക്കൻ മലയാളികൾ ഒട്ടും മോശമല്ല. പത്രലോകത്താണെങ്കിലും അല്ലാത്ത സംഘടനകളുടെ പ്രവർത്തനങ്ങളും സമൂഹത്തിനുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ സംഘടനകളുടെ സാമൂഹിക പ്രസക്തി അവിടെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സംഘടനകളുടെ പ്രവർത്തനത്തിൽ അവിടെ കുറെ പരിമിതികളുണ്ട്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് നേതൃത്വം. കാരണം ജോലിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രവാസ സമൂഹത്തിന് മറ്റുള്ള ഒരു പ്രിവിലേജ് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം നമ്മുടെ സമയം നമുക്കിതിലേക്ക് അധിക സമയം വോളണ്ടിയർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ല ലീഡർഷിപ്പ് ഒരു വാക്കും അമേരിക്കൻ മലയാളികൾക്കിടയിലുണ്ട്. മറ്റു മേഖലകളിൽ, ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളിലും മറ്റു ഗൾഫ് മലയാളികളെ പോലെ അമേരിക്കയിലെയും യൂറോപ്പിലെയും മലയാളികൾ സഹകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഇവിടെ ഉയർന്നു കേൾക്കാറുണ്ട്. അതിൽ വല്ല വാസ്തവമുണ്ട്? അതില്ല. കാരണം അമേരിക്കൻ മലയാളികൾ പൊതുവെ ഇപ്പം ഗൾഫ് മേഖലകളിലൊക്കെ വളരെ സംഘടിതമായ രീതിയിലുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള പിരിവ്, നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഒക്കെ നമ്മൾ മദ്രാസിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ പിരിക്കുന്നത് പോലെ
പക്ഷെ അവിടെയുള്ള സമൂഹം ഇൻഡിവിജ്വലി തന്നെ എല്ലാവരും തന്നെ ഓരോ സംഘടനയാണ്. കാരണം എല്ലാവർക്കും ഒരു ഫാമിലി ട്രസ്റ്റ് ഉണ്ട്. അവരവരുടെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ മാത്രമല്ല, അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. ചാരിറ്റിയുടെ കാര്യത്തിൽ അമേരിക്കൻ മലയാളികൾ ഒരു വിധത്തിലും പുറകോട്ടല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് കാലത്ത് ഇവിടുത്തെ മലയാളി സമൂഹം ഇന്ത്യൻ സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ അവിടെയുള്ള സിറ്റിസൺസിനെ, അതായത് അവിടെയുള്ള സായിപ്പന്മാരെ അല്ലെ മദാമ്മമാരെ വിവാഹം കഴിച്ച് കുടുംബജീവിതവുമായി അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ പ്രകടമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വന്നിട്ടില്ലേ? കാരണം കൂടുതലും മലയാളികളെ തന്നെ, അല്ലെങ്കിൽ അത് അവരുടെ കമ്മ്യൂണൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കി വിവാഹ ജീവിതം അതിലേക്ക് തിരിച്ചു വരുന്നില്ല. ആദ്യകാലങ്ങളിൽ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ഈ ഒരു കുടിയേറ്റ പ്രശ്നങ്ങൾ മൂലമാണ്. കാരണം അവിടെ സിറ്റിസൺ ആകുക, അല്ലെങ്കിൽ അവിടുത്തെ ഇതിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനൊക്കെ ആയിട്ട് ചില ആൾക്കാർ അങ്ങനെ ചില ജീവത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇപ്പം ആ ഒരു സമൂഹങ്ങൾ തമ്മിലുള്ള ചേരിതിരിവില്ല. കാരണം ഇപ്പൊ അമേരിക്കയിൽ തന്നെ മലയാളികളുടെ 5ാം തലമുറയും 6ാം തലമുറയായി നമ്മുടെ പുതിയ തലമുറയ്ക്കൊന്നും ഇത് കറുത്തതാണോ വെളുത്തതാണോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള വ്യത്യാസമൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരെല്ലാവരും അമേരിക്കനാണ്. അപ്പൊ അവർക്ക് അതിനകത്ത് ആ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ സമൂഹത്തിൽ അതിനെക്കുറിച്ചൊന്നും കാണുന്നില്ല. നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ജെൻസിന്റെ അല്ല, മുതിർന്ന തലമുറ, കൊച്ചു ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അമേരിക്കൻ സിറ്റിസൺ ആണ്. അവരൊക്കെ ഈ നാട്ടിലേക്ക് മടങ്ങി വരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. അവരൊക്കെ മടങ്ങി വന്നിരുന്നെങ്കിൽ എന്നൊരു സ്വാർത്ഥത കൊണ്ടാണ് ഞാൻ ഈ ചോദിക്കാൻ കാരണം. അതിനുള്ള സാധ്യത എത്രമാത്രം? സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ആളുകൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് H1 വിസയിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുടിയേറ്റത്തിന് പോലും കാരണം ലോകം മുഴുവൻ അവസരങ്ങൾ വന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലും അവസരങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു സമൂഹമൊക്കെ തിരിച്ചിങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പം യങ്ങർ ജനറേഷന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പണ്ടൊന്നും ഇതില്ലായിരുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പില്ലാത്ത ഒരു വ്യത്യാസം കാണുന്നുണ്ട്. കാരണം അവിടെയുള്ള കമ്പനികൾ, ഇപ്പം പല കമ്പനികളും അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയോ ആൾക്കാർ നമുക്ക് ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു വ്യത്യാസത്തിന്റെ ഒരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളുടെ അഭിപ്രായമല്ല ഞാൻ ചോദിക്കുന്നത്. അവിടെയുള്ള മലയാളി സമൂഹത്തിന്റെ പൊതുവികാരം ഈ VS അച്യുതാനന്ദനാണോ ഉമ്മൻചാണ്ടിക്കാണോ അനുകൂലം വോട്ട് കൂടുതൽ കിട്ടുക? അവിടുത്തെ പൊതുസമൂഹം പൊതുവെ എനിക്ക് കാണുന്നത് രാഷ്ട്രീയമായി ഒരു ചേരിതിരിവുണ്ടെങ്കിൽ കൂടിയും ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരാണ് അവിടുത്തെ കൂടുതൽ. കാരണം ഇടതുപക്ഷ ചിന്താഗതി ക്രിസ്ത്യാനികൾ കൂടുതലായിരുന്നാണോ? അല്ല, ക്രിസ്ത്യാനികളല്ല കൂടുതൽ. ക്രിസ്ത്യാനികൾ ഇപ്പം ഇന്ത്യൻ ഒരു സമൂഹത്തെ എടുത്താലും മലയാളി സമൂഹത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനികൾ കൂടുതലായതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഒരു വലതുപക്ഷ ചിന്താഗതിയുണ്ട്. കാരണം ഒരു UDF മൈൻഡഡ് ആണ്. കാരണം അത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണോ അല്ലെങ്കിൽ തന്നെയും അവിടുത്തെ ആ രാജ്യത്തിന്റെ ഒരു പോളിസി ഉണ്ട്. പക്ഷെ വളരെ ആൾക്കാർ രാഷ്ട്രീയമായിട്ടും വളരെ താല്പര്യത്തോടു കൂടി തന്നെ, പക്ഷെ നിഷ്പക്ഷമായിട്ട് എല്ലാവരും ഒരു ആം ആദ്മി ഒരു ആറ്റിറ്റ്യൂഡിലാണ് അമേരിക്കനിലെ പുതിയ സമൂഹം വളർന്നു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിന്റെ ചെയർമാൻ ശ്രീ ജിൻസ്മോൻ P. സക്കറിയ ഇന്ത്യയിലെ ഏതാനും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശന കാലയളവിൽ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും മാധ്യമ സമൂഹവുമായി ആശയവിനിമയം നടത്തുന്നതിനും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം ഇന്ററാക്ഷൻ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്ചേഞ്ച് ഒരു അത്തരത്തിൽ പരസ്പരം ആശയവിനിമയം നടത്തി വളരെ സമ്പുഷ്ടമായ പ്രൊഫഷണലായ ഒരു മാധ്യമ സൗഹൃദം കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാകട്ടെ ഈ സന്ദർശനം എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.